നമസ്കാരം. ഞങ്ങളിപ്പോൾ ആറന്മുളയിലാണ്. ഈ കാണുന്ന കട രാജീവിൻ്റെ കടയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണം നമുക്കൊന്ന് കണ്ടു നോക്കാം. അദ്ദേഹത്തിൻ്റെ നിർമ്മാണശാലയിലേക്കൊന്ന് പോകാം. ചേട്ടൻ്റെ പേരെന്താന്ന് പറഞ്ഞാൽ? സുന്ദരേഷ്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ? ഇത് പിന്നെ മോൾഡ് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു. ഓക്കെ. ഇത് പറഞ്ഞാൽ ഈ മണ്ണ് കൊണ്ടാണ് മോൾഡ് ചെയ്യുന്നത്. ഈ കാണുന്ന മണ്ണാണ് നമ്മളിതിൻ്റെ മോൾഡായിട്ട് ഉപയോഗിക്കുന്നത്. ഈ മണ്ണിനെ അരച്ച് നന്നായിട്ട് ഭസ്മം പോലാക്കുന്നത് കണ്ടോ. പൊടിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ചാക്കുണ്ടല്ലോ, ചണച്ചാക്ക്, ഇത് ഭസ്മം പോലെ മണ്ണാക്കിയതിന് ശേഷമാണ് ഇവനെ ഈ ചാക്കുണ്ടല്ലോ അരിഞ്ഞെടുക്കും. ഇതുപോലെ ഓക്കെ ഓക്കെ. അരിഞ്ഞെടുത്തിട്ട് ഈ പൊടിക്കുന്ന പൗഡറിനകത്ത് അങ്ങ് മിക്സ് ആക്കും. ഇതിനകത്ത് ഓക്കെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഇവിടുത്തെ വയലിൽ നിന്ന് എടുക്കുന്ന ഒരു ക്ലേ ഉണ്ട്. നമ്മുടെ ആറ്റ് തീരത്തുനിന്നാണോ? അല്ല, വയലിൽ നിന്നല്ലേ? ആ വയലിൽ നിന്ന് എടുക്കുന്ന ഈ ക്ലേ ഉണ്ട്. നമ്മുടെ ഈ കൂട്ടി ഇളക്കി നല്ല പശയാണ് അതിനല്ലേ? ഇതിന് നല്ല പശ കൂട്ടി ഇളക്കി ഇട്ടിരിക്കും. അത് ഈ മുറിക്കത്ത് ആ കാണുന്നല്ലേ? ഈ കാണുന്നത്. ഓക്കെ. അത് പിന്നെ നമുക്ക് ആവശ്യാനുസരണം അരയില വെച്ച് അരച്ചെടുക്കും. വെള്ളം ചേർത്ത് അരയ്ക്കുക. വെള്ളം ചേർത്ത് ഈ ചാക്കും ഈ നമ്മുടെ വയലിനെടുത്ത കളിമണ്ണും കൂടെ ഇട്ട് ഇളക്കി ഇട്ടിരിക്കും. ഓക്കെ. ഇട്ടിരുന്നിട്ട് അത് പിന്നെ ആവശ്യാനുസരണം അരച്ചെടുത്താൽ കല്ല് തേഞ്ഞതുണ്ടോ? ഓക്കെ. നമ്മുടെ അരകല്ലിൻ്റെ ഷേപ്പ് കണ്ടോ? അപ്പോൾ എത്ര നാൾ തൊട്ട് ഇത് അരയ്ക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. ആദ്യം അരച്ച കല്ലുകളൊക്കെ ഒരുപാട് തീർന്നു പോയി. ഇത് കണ്ടോ, ഈ ഒരു അരകല്ലിൻ്റെ നമ്മുടെ കുഴവയുടെ വലിപ്പമായത് കണ്ടോ? ഈ ഡിസ്ക് പിന്നെ ഓരോ കാസ്റ്റിംഗ് കഴിയുമ്പോൾ ഇതുപോലെ വൃത്തിയാക്കിയിട്ട് തേച്ച് മിനുക്കി ഓഹോ. അല്ല, അത്ര സോഫ്റ്റ് ആവും അല്ലേ? എടുത്തിട്ട് ഇത് ചിക്കൻസ് ഇങ്ങനെ എത്ര കനം വേണമെന്നുള്ള നമുക്കല്ലേ അകന്നിരിക്കാനായി അതിനകത്തോട്ടാണ് നമ്മൾ ഉരുക്കി ഒഴിക്കുന്നത്. ഇതിനകത്തോട്ടാണ് ഉരുക്കി വീഴുന്നത്. ഓക്കെ ഓക്കെ. മെഴുകിന്റെ പിന്നാണ്. ആ മെഴുകിൻ്റെ പിന്നെ വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ അത് ചൂടായി കഴിയുമ്പോൾ മെഴുക് ഉരുകി പോകും അല്ലേ? അന്നേരം ഹോള് വരും ഇതുപോലെ. എന്നിട്ടാണ് പാക്ക് ചെയ്യുന്നത്. 2-3 ട്രിപ്പായിട്ടാണ് പാക്ക്. ഓക്കെ ഓക്കെ. ട്രിപ്പ് പാക്ക് ചെയ്താണ്. അതേപോലത്തെ 3 ട്രിപ്പ് പാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫുൾ കവറിങ് ആകും. അന്നേരം നമ്മൾ ബാക്കി വെച്ചിട്ട് അത് കണ്ട് ഇവിടെ വരും. അപ്പോൾ ഇത് ചൂടാവുന്ന സമയത്ത് അത് ഉരുകി പോകും അല്ലേ? അല്ല, ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു കപ്പ് പിടിപ്പിക്കും. ലോഹം ഉരുക്കി ഒഴിക്കുമല്ല, ലോഹം ഇതിൻ്റെ മണ്ടയ്ക്ക് തന്നെ വാരി വെച്ച് നിറച്ച് ഉരുക്കി എടുക്കും. അങ്ങനെ അത് കാണിക്കുന്ന എന്നിട്ട് കണ്ട് ഇതുപോലെ ഒരു കപ്പ് പിടിപ്പിക്കും. കണ്ടിങ്ങനെ കപ്പ് പിടിപ്പിച്ചിട്ട് ഇത് ആ ഭരണത്തിനകത്ത് വെച്ച് അങ്ങ് ഹീറ്റാക്കും. ഹീറ്റാക്കി കഴിയുമ്പോൾ ആ മെഴുക് ഒഴുകി പോകും. കത്തിപ്പോയി കഴിയുമ്പോഴത്തേക്ക് നേരെ നടുക്കൊരു ഹോള് വരും. ആ മെഴുകി ഇരുന്ന ഭാഗം അല്ലേ? ഇതുപോലെ ഒരു ഹോള് വരും കണ്ടോ? ഓക്കെ ഓക്കെ. എന്നിട്ട് ഇതിനകത്തോട്ടാണ് ലോഹം വാരി വെച്ച് നിറച്ചെടുക്കുന്നത്. ഇതാണ് ലോഹം. ചെമ്പും വെളുത്തിയും കൂടെ ഒരു പ്രത്യേക അനുപാതത്തിൽ കൂട്ടിയെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ചെമ്പും വെളുത്തിയും കൂടി പിടിച്ച് കണ്ടു. ഇതാണ് ആ മെറ്റല്. നമ്മൾ ആറന്മുള എന്ന് പിടിച്ചേ കണ്ണാടിക്കുള്ള ലോഹമാണ്. ആറന്മുള കണ്ണാടിക്കുള്ള ലോഹമാണ് ഇത്. ചെമ്പും വെളുത്തിയും കൂടിയുള്ള ഒരു മിശ്രിതമാണ്. ആ മിശ്രിതം നമ്മുടെ കണ്ണാടിയുടെ ലോഹമാണ്. ആറന്മുളയുടെ രഹസ്യമാണത്. ആറന്മുളയുടെ രഹസ്യമാണത്. അത് പുറലോകത്തിനറിയില്ല. പരമ്പരാഗതമായിട്ടുള്ള കൂട്ടാണ്. അവിടാണ് ലോഹം ഉരുക്കുന്നത്. ആ ബർണസ് കണ്ടോ? ക്രൂസിബിളാണ് ആ കരക്കിരിക്കുന്നത്. അതിനകത്തോട്ടാണ് ലോഹം വാരി വെച്ച് നിറച്ച് അതിനകത്തോട്ടാണ് ഉരുക്കുന്നത്. ഇവിടെ ഈ കാണുന്ന വെസലുകളുണ്ടോ? ഈ വെസലിനകത്താണ് ലോഹം വെച്ചിട്ട് ആ ബർണസിനകത്ത് വെച്ച് ഉരുക്കി നല്ല വെള്ളം മാതിരിയാവും. വെള്ളം മാതിരിയാവുന്ന സമയത്ത് അതിൻ്റെ പാത്തിയിൽ ഒഴിക്കും അല്ലേ? അതിനെ ഉടച്ചെടുക്കും. അപ്പം ഒട്ടിച്ചാൽ ഉടയും അല്ലേ? അപ്പോൾ ഇത് നമ്മൾ വിളക്ക് കയ്യിൽ നിന്ന് വീണാലും കണ്ണാടി കയ്യിൽ നിന്ന് വീണാലും പൊട്ടിപ്പോവാം അല്ലേ? പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ഇവന് ഈ കളർ പറ്റുന്നത് അല്ലേ? ഓ, ഇങ്ങനെ വെച്ച് നിറപ്പിച്ച് ഇതിനകത്ത് തന്നെ ഉരുകി ഇറങ്ങുവാണ്. പിന്നെ ഇതിന്റെ മണ്ടയ്ക്ക് ഒരു ക്ലോത്തിന്റെ പീസ് പിന്നെ മണ്ണും അഴുക്കൊന്നും വീഴാതിരിക്കാൻ. എന്നിട്ട് ഇത് അങ്ങ് പാക്ക് ചെയ്യും.
ഈ ക്ലേ കൊണ്ട് തന്നെ അങ്ങ് പാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് റൗണ്ടിലിരിക്കും. പിന്നെ അത് 2-3 ദിവസം ഇരുന്ന് ഇവിടെ ഇരിക്കും, കാണത്തില്ല. ഇന്നലെ കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. എന്നിട്ട് 2-3 ദിവസം ഇരുന്നിട്ട് ഇത് ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ച് പിന്നെ ഈ ബാർണസ് വൃത്തിയാക്കും. വൃത്തിയാക്കിയിട്ട് ഇതിനകത്ത് പകുതിക്ക് വെച്ച് മരക്കരി ഇടും. മരക്കരി അറിയാമല്ലോ, മരക്കരി ഇട്ടിട്ട് പകുതിക്ക് വെച്ച് മരക്കരി ഇട്ടിട്ട് തീ ഇട്ടിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി വെക്കും. ഇങ്ങനെ ഇറക്കി വെച്ച് ഇവിടെ വരെ കരിയിട്ട് അങ്ങ് ഫില്ലാക്കിയിട്ട് ഈ ബ്ലവർ ഇറക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് നല്ല പവറിൽ എയർ വരും. അതുകൊണ്ട് ഒരു 2 മണിക്കൂർ കൊണ്ട് ഈ ലോഹം ഇതിനകത്ത് കിടന്നങ്ങ് വ്യാപകം പോലെ ഉരുകി കഴിയുമ്പോഴത്തേക്ക് ഈ ഹോൾ ഇട്ടിരിക്കുന്ന ലോഹം ഉരുകുമ്പോൾ ഒരു എയർ ഉണ്ടാകും. ആ എയർ വെളിയിൽ പുറത്തു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ലോഹം ഉരുകിയത് അറിയാനായിട്ട്. അന്നേരം ഈ ഹോളിനകത്തൂടെ ഒരു വെളിയിലോട്ട് അന്നേരം നമുക്കറിയാം ലോഹം ഉരുകിയെന്ന്. അപ്പോഴത്തേക്ക് പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് തുണ്ടൂടെ വെച്ച് കൊടുത്തു. അതൊരു 10 മിനിറ്റൊക്കെ കഴിയും ഈ ഡിസ്ക് ഒന്ന് പഴുക്കാനായിട്ട്. എന്നിട്ട് പിന്നെ അപ്പോഴത്തേക്ക് നല്ല ചുമന്നിരിക്കും. എന്നിട്ട് പിന്നെ കുടിലെ പിടിച്ച് താഴെ വെച്ചിട്ട് ക്ലേ കൊണ്ട് ഈ ഹോളങ്ങ് അടച്ചിട്ട് ഇതിങ്ങനെ പതുക്കെ മറിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഉരുകിയ ദ്രാവകം അകത്തോട്ട് പോകും. അതിനകത്തോട്ട് നമ്മൾ ആദ്യം കാണിച്ച തിക്കൻസ് ഉണ്ടല്ലോ, ആ തിക്കനസിൽ ക്ലാസ് ആവും അല്ലേ. അപ്പോൾ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, നമ്മുടെ ഈ മാന്നാറ് ചെയ്യുന്നത് പോലെ നമുക്ക് പിത്തളയൊക്കെ ചെയ്യുന്ന പോലെ ഉരുക്കി ഒഴിക്കാൻ പറ്റത്തില്ല? വ്യത്യാസം വരും അല്ലേ? ആദ്യം ഒഴിക്കുമ്പോൾ നല്ല ടെമ്പറേച്ചർ കിട്ടും, പിന്നെ പുറകിലോട്ട് വരുന്നതോടെ ചൂട് കുറഞ്ഞു വരും അല്ലേ? ഇത് പെട്ടെന്ന് സെറ്റാവണം, ഒരേ ടെമ്പറേച്ചറിൽ അകത്തോട്ട് വീഴണം അല്ലേ? ഇത് പതുക്കെ ഇരുന്ന് തണുക്കണം. എന്നിട്ട് ഇത് എത്ര ദിവസം കഴിഞ്ഞാൽ നമ്മളിത് പൊട്ടിച്ചെടുക്കുന്നത്? പിറ്റേന്ന് തന്നെ എടുക്കാം. 4-5 മണിക്കൂർ മതി അല്ലേ? എന്നിട്ട് ഡിസ്കിന് കേട് വരാതെ ഇളക്കിയെടുക്കും. നമുക്ക് പിന്നെ ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇരിക്കണ്ടില്ലേ, പൊട്ടിപ്പോകുന്നോടം വരെ ഉപയോഗിക്കേണ്ടതാണ്. എന്നിട്ട് പിന്നെ ഡിസ്കിന് കേടില്ലാതെ ഇളക്കിയെടുക്കുമ്പോഴാണ് ചില്ല് കിട്ടുന്നത്. 30 ചില്ല ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അതിൻ്റെ ഒരു ബാലൻസാണ്, ചില്ലിൻ്റെ ഒരു ബാലൻസാണ്. പൊട്ടിപ്പോയ ഒരു പീസല്ലേ, കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് അല്ലേ? എന്നിട്ട് ഇത് ഇത്ര നമുക്കറിയാം ഡിസ്ക് ഏത് ഡിസ്കാന്ന് വെച്ചാൽ അത്രയും വലിപ്പത്തിൽ തന്നെ ഗ്ലാസ് കിട്ടും അല്ലേ? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഡിസ്ക് ഏറ്റവും നല്ല വശം നോക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഗുഡേർ അരക്ക് വെച്ചാൽ മുട്ടിയിട്ട് ഈ വാട്ടർ പേപ്പറെ തേച്ചെടുക്കും. എന്നിട്ട് ഇതുപോലെ വാട്ടർ പേപ്പർ വെള്ളത്തിൽ ഉപയോഗിക്കുന്നത് വാട്ടർ പേപ്പറിൽ ഇങ്ങനെ തേച്ചെടുത്തിട്ട് ഇത് 180, 400, 1000 വരെയുള്ള വാട്ടർ പേപ്പറെ തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ആക്കി നമ്മൾ പോളിഷ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ബെന്നിയൻ ക്ലോത്ത് ഉണ്ടല്ലോ, ബെന്നിയൻ ക്ലോത്ത് പലകെ തറച്ചിട്ട് ബെന്നിയൻ ക്ലോത്ത് എണ്ണ തൊട്ട് ബെന്നിയൻ ക്ലോത്തെ തേക്കും. ബെന്നിയൻ ക്ലോത്തെ തേച്ച് കഴിയുമ്പോൾ ഈ പാടെല്ലാം ഒരു ഭയങ്കര അധ്വാനം തന്നെയല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കോക്കനട്ട് ഓയിൽ മാത്രം തൊട്ട് വെൽവെറ്റെ തേക്കും. വെൽവെറ്റയിൽ ഒരു 3-4 വെൽവെറ്റെ മാറി തേക്കും. തേച്ച് കഴിഞ്ഞിട്ട് നല്ല വെൽവെറ്റെ തേക്കും. നല്ല വെൽവെറ്റ് തേച്ച് കഴിയുമ്പോഴാണ് നല്ല ഇതുപോലെ കിട്ടുന്നത്. ഇതാണ് നമ്മുടെ മുഖം കാണുന്ന രീതിയിൽ കിട്ടുന്നല്ലേ? മെർക്കുറി ഗ്ലാസ് അല്ല. മെർക്കുറി ഗ്ലാസ്സിൽ നമ്മൾ മുഖം നോക്കിയാൽ നമ്മുടെ മുഖത്തിൽ ഇച്ചിരി സൗന്ദര്യവും വലിപ്പവും ഒക്കെ കാണും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനാലിറ്റി ഫേസ് മാത്രമേ കാണിക്കൂ. അതിന് നമ്മൾ പേന വെച്ച് കുത്തി നോക്കുമല്ലോ, അങ്ങനെ ടെസ്റ്റ് ചെയ്യത്തില്ല. ഇതിന് തിക്കൻസ് ഇല്ല. ഇതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടാണ് നമ്മൾ തേച്ചെടുക്കുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ ബാക്കിൽ മെർക്കുറി തേച്ച് പിടിപ്പിച്ചിരിക്കുക. അപ്പോൾ ഇത് മൊത്തം കഴിഞ്ഞതാണല്ലേ? ഓ, ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വട്ടത്തിൽ ഇരുന്നുണ്ടല്ലേ? ഇത് നമ്മുടെ ഡൈ ഉണ്ടാക്കാൻ വേണ്ടി കണ്ടോ, മണ്ണിനകത്ത് മുമ്പ് ചേട്ടൻ പറഞ്ഞ പോലെ ചാക്ക് നല്ല ഭസ്മം പോലെ അരിഞ്ഞെടുത്ത് ഇതിനെ മിക്സാക്കി ഒരു പിടുത്തത്തിന് വേണ്ടി നമ്മുടെ കോൺക്രീറ്റ് പോലെ സിമെൻറ്റും മണലും വെള്ളവും ചേർത്തുണ്ടാക്കുന്ന ഒരു മിശ്രിതം പോലെ തന്നെ നമ്മുടെ ശുദ്ധമായ മണ്ണിനെ അരച്ചുണ്ടാക്കിയെടുക്കുകയാണ്. ഇതെല്ലാം അതിൻ്റെ ഓരോ ഭാഗങ്ങളെ കണ്ടോ, ഭസ്മം പോലെ പൊടിച്ചു വെച്ചിരിക്കുന്ന മണ്ണ് കണ്ടില്ലേ? ഈ കാണുന്നത് നമ്മുടെ വയലിലെ പ്രത്യേക സൈസ് ഒരു മണ്ണാണ്. അല്ല, നമ്മുടെ ഈ മണ്ണ് ഭയങ്കര പശയാണ്. അപ്പോൾ അത് നമ്മൾ എത്ര ചൂടാക്കിയാലും അത് വിണ്ട് കീറി പോവുകയോ പൊട്ടിപ്പോവുകയോ ചെയ്യത്തില്ല.
അതിനുവേണ്ടി അത് അവർക്ക് മാത്രമേ ആ മണ്ണിനെ പറ്റി അറിയത്തുള്ളൂ. നമ്മളെടുക്കുന്ന മണ്ണൊന്നും അങ്ങനെയുള്ളതായിരിക്കണമെന്നില്ല. അതാണ് ആ മണ്ണിൻ്റെ പ്രത്യേകത. ഇത് ലോഹം നമുക്ക് കൂടുതലാണ് വാരി വെക്കുന്നത്. അധികം വരുന്നത് മേളിൽ പൊങ്ങിക്കിടക്കും. ഓ, അത് നമ്മൾ പിന്നെ തിരിച്ചെടുക്കും. എടുത്ത് ഇത് നമുക്കിപ്പോൾ ആ ഒരു വെസൽ ഫുള്ളിട്ടാലേ എത്ര സമയം എടുക്കും ഉരുകാൻ? 2-3 മണിക്കൂർ എടുക്കുമല്ലേ? ചേട്ടൻ്റെ പേരെന്തുമായിരുന്നു? രവി ഷൺമുഖൻ അല്ലേ? ഞാൻ ചേട്ടൻ്റെ പേരങ്ങ് മറന്നുപോയി. ഹരികുമാർ. ഹരികുമാറും രവിശങ്കറും അടുത്തടുത്ത് തന്നെ താമസിക്കുന്നത്? 3 കിലോമീറ്റർ. ഹരികുമാറോ? അടൂരാണ്. ഈ ഡൈയുടെ ക്ലേസിങ് മാതിരി ഇരിക്കും നമ്മുടെ കണ്ണാടിക്ക് അവർക്ക് ജോലി കുറവ് വരുന്നത്. കൂടുതലത് പരുക്കനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണാടിയുടെ പുറവും പരുക്കനായിരിക്കും. പിന്നെ അത് ഫേസ് ചെയ്ത് ക്ലീനാക്കി എടുക്കാൻ കുറച്ച് പണി കൂടും. ഇത് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്ത ആറന്മുള കണ്ണാടിയുടെ ഓരോരോ ഘട്ടങ്ങളാണിത്. ഇതതിൻ്റെ ഫ്രെയിം പോളിഷ് ചെയ്യുകയും പിന്നെ ഇതിന് റിങ്ങിൻ്റെയും ഫ്രെയിമിൻ്റെയും പരിപാടിയല്ലേ? അപ്പോൾ ഇവനെ പോളിഷ് ചെയ്യുന്നതൊക്കെ ഇവിടെ തന്നെ അല്ലേ? കട്ടിങ് ഒക്കെയാണോ? അപ്പോൾ ഇതിനകത്ത് ഈ റിങ് ഇട്ടിട്ട് ഈ റിങ്ങിനകത്താണോ കണ്ണാടി ഇരിക്കുന്നത്? റിങ് വെക്കത്തുള്ളല്ലേ? ഓഹോ. അപ്പോൾ ഈ കറക്റ്റ് അളവായിരിക്കുമോ നമ്മുടെ കണ്ണാടി? ഓക്കെ. അപ്പോൾ ഈ ഡിസൈനൊക്കെ കൊത്തുന്നത് എവിടെയാ? ആണോ? ഓ, ശരി. ഹാൻഡ് മെയ്ഡ് അല്ലേ? അത് കണ്ടോ, അതുപോലെ പ്ലെയിനായിട്ടുള്ള ഫ്രെയിമാണ്. ആ ഫ്രെയിമേൽ കൈകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും കൊത്തി ഉണ്ടാക്കുന്ന ഡിസൈൻ ഇത് കണ്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല ഇതിൻ്റെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ വിചാരിക്കും ഒരു ചെറിയ കണ്ണാടിക്ക് 4000-5000 രൂപയെന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ ഇതിൻ്റെ വർക്ക് അതുപോലാണ്. ഒരു ദിവസം മൊത്തം ഒരാളിരുന്ന് കൊത്തിയാൽ ഈ വർക്ക് നമുക്ക് തീരത്തില്ല. മൊത്തം ഹാൻഡ് മെയ്ഡാണ്. കണ്ടില്ലേ? ഒരു മെഷീൻ കട്ടിങ്ങും ഇല്ല, എല്ലാം ഹാൻഡ് മെയ്ഡാണ്. ഓരോ ടൈപ്പിൽ കണ്ണാടികൾ വാൽ കണ്ണാടിയുടെ ഫ്രെയിം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ വാൽ കണ്ണാടിക്കൊക്കെ ഉദ്ദേശം എന്തോ വില വരാം? അതെ, അവിടെ അറിയത്തുള്ളൂ അല്ലേ? ഓക്കെ. പേരെന്തുമായിരുന്നു? സുരേഷ്. എത്ര നാളായിട്ട് ഇത് ചെയ്യുന്നുണ്ട് വർക്ക്? കുറേ വർഷമായല്ലേ? ഇപ്പം ഇതിൽ നല്ല എക്സ്പേർട്ടായി അല്ലേ? ഇതെല്ലാം നമ്മുടെ ഓരോരോ വർക്കിന് വേണ്ടുന്ന ടൂൾസുകളാണ് അല്ലേ? ഈ ഫ്രണ്ടിലാണ് നമ്മുടെ കണ്ണാടി വരുന്നത്. നമ്മൾ ആറന്മുള കണ്ണാടി വരുന്നത് ഈ ഫ്രണ്ടിലാണ്. ആ ഫ്രണ്ട് അതുകൊണ്ട് അതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ? ആ ബാക്ക് സൈഡ് വേറെ ചെമ്പ് തകിടിട്ട് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ആ ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞിരിക്കും. ഇനിയിപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇനി കണ്ണാടി കൂടെ വെച്ചാൽ മതി. ഇനിയും പോളിഷിംഗ് ഉണ്ടല്ലേ? ഓ, അത് ശരി. അത് ലാസ്റ്റ് ഫിനിഷിംഗ് അതല്ലേ? ഓക്കെ. അത് നമ്മൾ രാജീവിൻ്റെ അവിടെ കൊണ്ടുപോയായിരിക്കും ചെയ്യുന്നത് അല്ലേ? ഓക്കെ. താങ്ക് യു. ഇതിനകത്ത് അരക്കിട്ടിട്ട് ഇതിനകത്ത് ഗ്ലാസ് ഇറക്കിയിട്ട് അതിന്റെ മണ്ടയ്ക്കാണ് ഫ്രെയിം പോളിഷ് ചെയ്യും. കണ്ണാടി പോലെ പോളിഷ് ചെയ്യും. ഓക്കെ. ആ റിങ് എന്തോ മെറ്റൽ ചെമ്പാണോ? കോപ്പർ അല്ലേ? ഓക്കെ അല്ലേ? ഒരു വളരെ പ്രയാസം കൂടിയ ഒരു വർക്ക് തന്നെയാണ് ഈ വർക്ക്. അല്ലാതെ നമ്മളിതിനെ നിസ്സാരമായിട്ട് ഒരിക്കലും കാണാൻ പറ്റത്തില്ല. ഇതിൽ ഓരോ ഘട്ടത്തിൽ ഈ കുഞ്ഞു സാധനങ്ങൾ, ചെറിയ വാൽക്കണ്ണാടികളായി കിടക്കുന്നതെല്ലാം കണ്ടോ. അതിനെല്ലാം മോൾഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുക. ഇനിയിപ്പോൾ അതിനെല്ലാം പഫ് ചെയ്യണം. പഫ് ചെയ്യുന്ന കണ്ടില്ലേ? ഈ പൊടിയെല്ലാം വായിലും മൂക്കിലും ഒക്കെ അവർക്ക് കയറും. കഷ്ടം പിടിച്ച ഒരു വർക്ക് തന്നെയാണ്, പ്രയാസമുള്ള വർക്ക് തന്നെയാണ്. ഇതാണ് രാജീവ്. ആറന്മുള കണ്ണാടിയെ പറ്റിയുള്ള ചരിത്രം ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹം പറയുന്നതോടെ നമുക്കത് കേട്ടു നോക്കാം. രാജീവ്, നമ്മുടെ ഈ ഇതിന് എത്ര വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്ന് വല്ലതും അറിയാമോ? നമസ്കാരം ചേട്ടാ. നമസ്കാരം. കാര്യം കണ്ണാടിയുടെ ഉത്ഭവത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ഉള്ളടി എങ്ങും രേഖപ്പെടുത്തിയൊന്നും വെച്ചിട്ടില്ല. പിന്നെ ആറന്മുള ക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് കണക്ട് ചെയ്ത് കിടക്കുന്നത്. അതിന് ചെറിയൊരു സ്റ്റോറി ഉണ്ട്. ആറന്മുള ക്ഷേത്ര നിർമ്മാണത്തിന് തമിഴ്നാട്ടിലെ ശങ്കരൻകോവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വിശ്വകർമ്മരായിട്ടുള്ള
തമിഴ് വിശ്വകർമ്മരായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ, അങ്ങനെ 2 കുടുംബക്കാരെ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് നമ്മൾ ആറന്മുളയിലേക്ക് ക്ഷണിക്കുകയും അവർ ക്ഷേത്ര നിർമ്മാണത്തിനായി ആറന്മുള വരികയും, അതായത് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണമാണ് പറയുന്നത്. ആദ്യഘട്ടത്തിലെ ക്ഷേത്ര പ്രതിഷ്ഠയെക്കുറിച്ചൊന്നും വ്യക്തമായ ഒരു രേഖയെങ്ങുമില്ല. ഏതാണ്ടൊരു 1500ഓളം വർഷത്തെയൊക്കെ പഴക്കം പറയുന്നുണ്ട്. അതായത് പഞ്ചപാണ്ഡവരുടെ വനവാസകാലവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓൾറെഡി ആറന്മുള ക്ഷേത്രം, അതായത് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾ 5 വന്നിട്ടുള്ളത്. അത് പിന്നെ വിശദമായിട്ട് പറഞ്ഞുതരാം. ആദ്യം കണ്ണാടിയെക്കുറിച്ചെന്ന് പറയാം. അപ്പോൾ തമിഴ്നാട്ടിലെ ശങ്കരൻകോവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 2 കുടുംബക്കാരെ ആറന്മുളയിലേക്ക് കൊണ്ടുവരികയും, അങ്ങനെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്ന സമയത്ത് രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വെള്ളോടിലൊരു കിരീടം ഉണ്ടാക്കി. ഈ കിരീടം ഉണ്ടാക്കിയ ഒരു സമയത്ത് ക്ഷേത്ര സമർപ്പണത്തിന് മുന്നാടിയായിട്ട് രാജാവ് വരുന്ന സമയത്ത് അമ്പലത്തിനുള്ളിലൊരു യാഗം നടക്കുകയുണ്ടായി. അപ്പോൾ ഈ യാഗത്തോടനുബന്ധിച്ച് യാഗശാലയിൽ ഒരു ഹോമകുണ്ടമുണ്ട്. അപ്പോൾ അതിനകത്തുനിന്നൊരു മെറ്റൽ കഷ്ണം ഒരു പണിക്കാരന് യാദൃശ്യമായിട്ട് കിട്ടുകയും, അതിങ്ങനെ നേരം പോക്കിന് വേണ്ടി ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ തേച്ച് പോളിഷ് ചെയ്യുന്ന കൂട്ടത്തിൽ അതിനകത്ത് പ്രതിബിംബം കാണാൻ കഴിയുകയും ചെയ്തു. അപ്പോൾ അത് ഈ വെള്ളോടിലെ ഒരു കിരീടം ഉണ്ടാക്കിയ കിരീടത്തിനുള്ളിൽ ഈ കണ്ണാടി അത് ഉറപ്പിച്ച് രാജാവിന് സമർപ്പിച്ചതായിട്ട് പറയുന്നു. രാജാവ് അത് ആ കണ്ണാടിയിലെ ഒരു അത്ഭുത വിദ്യ കണ്ടിട്ട് അത് ക്ഷേത്രത്തിലെ ദേവനെ സമർപ്പിച്ചതായിട്ടാണ് ഐതിഹ്യം. പിന്നീട് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് തന്നെ രാജകൽപ്പനയുണ്ടായി, നിലവിൽ ക്ഷേത്ര നിർമ്മാണത്തിനായിട്ട് നിങ്ങളെ ക്ഷണിച്ചവരാണ്, നിങ്ങൾ തിരിച്ചിനിയും നിങ്ങളുടെ നാട്ടിലേക്ക് പോകണ്ട, സമീപ പ്രദേശങ്ങളിലെ ക്ഷേത്ര നിർമ്മാണങ്ങളൊക്കെ വരും, പിന്നെ നിങ്ങളെ ക്ഷണിക്കണമല്ലോ, അതുകൊണ്ട് നിങ്ങളിവിടെ ആറന്മുള ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ കരമൊഴിവായിട്ട് നിങ്ങൾക്ക് സ്ഥലം പതിച്ചു തരുവാന്ന് പറഞ്ഞു. അങ്ങനെ തെക്കേ നടയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 കുടുംബക്കാരെ പാർപ്പിക്കുകയും, കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒന്നും ഈ ക്ഷേത്ര നിർമ്മാണങ്ങൾ കാര്യങ്ങളില്ല. മറിച്ച് തമിഴ്നാട് സംബന്ധിച്ചെന്ന് വെച്ചാൽ ദിവസവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വർക്കുകളുള്ളതാണ്. അപ്പോൾ ഒരു കുടുംബം അങ്ങ് തിരികെ പോയി. ഇപ്പം നിലവിൽ ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീയിൽ ഒരു സ്വപ്നദർശനമായിട്ട് കിട്ടിയാണ് ഈ കണ്ണാടിയുടെ കൂട്ടെന്ന് പറയുന്ന സംഭവം. വെളുത്തീയും ചെമ്പുമാണ് ഈ കണ്ണാടിയുടെ മെറ്റീരിയൽ. ഇപ്പോൾ സാധാരണ ഇപ്പോൾ തന്നെ ഈ ഗ്ലാസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ കണ്ണാടിയാണോ ഇത് മെറ്റലാണോ തിരിച്ചറിയാൻ പറ്റത്തില്ല. അതിന് നമ്മളിങ്ങനെ ടച്ച് ചെയ്തൊക്കെ നോക്കുന്നത്, ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടാവും. സാധാരണ കണ്ണാടിയിൽ ഇതിനാകുമ്പോൾ ഗ്യാപ്പ് ഉണ്ടാകത്തില്ല, പ്രതലത്തിൽ നിന്നാണ് പ്രതിബിംബം വരുന്നത്. അത് തിരിച്ചറിയാനുള്ളൊരു മാർഗ്ഗമാണ്. പിന്നെ കണ്ണാടിയുടെ കൂട്ട് കറക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റത്തുള്ളൂ. അതൊരു വേറെ വിഭാഗം. അപ്പം അങ്ങനെ ആ സ്ത്രീയിൽ ഒരു സ്വപ്നദർശനം ഉണ്ടായി, ഇങ്ങനെ ഒരു കണ്ണാടി ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഉപജീവന മാർഗം കഴിയാമെന്നും വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അത് വലിയൊരു ലോകപ്രശസ്തമായ രീതിയിലൊരു സംവിധാനത്തിലേക്ക് മാറുമെന്നും ഇങ്ങനെ സ്വപ്നദർശനം ഉണ്ടായി. അങ്ങനെ അവരാണ് ഈ കണ്ണാടിയുടെ ഈ കൂട്ട് സ്വപ്നദർശനത്തിൽ കിട്ടിയ നിർദ്ദേശപ്രകാരം ഇത് ചെയ്ത് അവരുടെ കുടുംബത്തിലൂടെ ഇത് ചെയ്ത്, അന്നത്തെ കാലത്ത് വലിയ വലിയ രാജ കുടുംബങ്ങളിലോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അന്ന് മുഖം നോക്കാനാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സത്യത്തിൽ ഇതിൻ്റെ വേറൊരു സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാവിഷ്ണു പാർവതി ദേവിക്ക് സൗന്ദര്യം നോക്കാനായിട്ട് കൊടുത്ത വാൽക്കണ്ണാടി എന്നൊരു സങ്കല്പം എൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അവരിലൂടെ, അതായത് ആ കുടുംബത്തിലൂടെയാണ് പല ആൾക്കാർ, ആ കുടുംബത്തിൽപ്പെട്ട പല ആൾക്കാർ ഇങ്ങനെ മാറി മാറി ചെയ്ത് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നിപ്പം ഏതാണ്ട് ഒരു 24 ഫാമിലികൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വബ്രാഹ്മണ ആറന്മുള മെറ്റ നിർമ്മാണ സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റിയുടെ അണ്ടറിലാണ് ഈ കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണം എത്ര കഷ്ടം പിടിച്ചതാണോ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അത് നമ്മളവിടെ നേരിട്ട് എന്ന് കണ്ടെങ്കിലേ മനസ്സിലാവത്തുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.